ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ ഓർക്കുന്ന നോമ്പിൻ്റെ ഈ നാളുകളിൽ ഇന്നത്തെ നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തയ്ക്കായിട്ട് എടുത്തിട്ടുള്ള വിഷയം കർത്തൃപ്രാർത്ഥന എന്നുള്ളതാണ്, ലോർഡ്സ് പ്രേയർ. അതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വേദവചനം എല്ലാവർക്കും വളരെ സുപരിചിതമായതിനാൽ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. ഇവിടെ യേശു ക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണ വേളയിൽ തൻ്റെ ശിഷ്യന്മാരെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നു. ക്രൈസ്തവ ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ പ്രാർത്ഥനയും 100-ലധികം ഭാഷകളിൽ ചൊല്ലുന്നതുമായ ഒരു പ്രാർത്ഥനയാണല്ലോ ലോർഡ്സ് പ്രേയർ. കർത്തൃപ്രാർത്ഥനയിലെ 5 പ്രധാന കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചിന്തിക്കാം. ഒന്നാമതായി, അതിൻ്റെ ആദ്യ ഭാഗമായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്നുള്ളതാണ്. ഹallowed be thy name, an adoration of God. നമ്മുടെ പ്രാർത്ഥനയിൽ ആദ്യമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനുമാണ് യേശുക്രിസ്തു കർത്തൃപ്രാർത്ഥനയിലൂടെ പഠിപ്പിക്കുന്നത്. പഴയ നിയമകാലത്ത് യഹൂദന്മാർക്ക് പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിപ്പാനുള്ള അവകാശം ഇല്ലായിരുന്നു. എന്നാൽ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതിൻ്റെ ഫലമായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിപ്പാനുള്ള വലിയ പദവിയും അവകാശവും ദൈവം നമ്മൾക്ക് നൽകി. സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവവും നമ്മളും തമ്മിലുള്ള ഒരു അഭേദ്യമായ കുടുംബ ബന്ധമാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ഓരോ പ്രാർത്ഥനയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം എന്ന് യേശു കർത്താവ് തൻ്റെ കർത്തൃപ്രാർത്ഥനയിലൂടെ ആദ്യമായി നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമതായി, നിൻ്റെ രാജ്യം വരയണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ദൈ കിങ്ഡം കംസ്, എ കോൺസിക്രേറ്റ് പ്രേയർ, ഒരു ശുദ്ധീകരണ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം എന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുന്നു. നിൻ്റെ രാജ്യം വരയണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ രാജ്യത്തിൽ പ്രവേശിപ്പാൻ നമ്മൾ വിശുദ്ധിയുള്ളവരായിരിക്കണം എന്ന് യേശു പഠിപ്പിക്കുന്നു. നമ്മളെ ശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായി ദൈവവുമായി ഒരു അടുത്ത ബന്ധം എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് യേശു കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ദൈവരാജ്യത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി അത് നമ്മളിലൂടെ മറ്റുള്ളവരിലേക്കും പകർന്നു നൽകുവാൻ തക്കവണ്ണം വിശുദ്ധിയുള്ളവരായിരിക്കണം എന്ന് രണ്ടാമത്തെ ചിന്തയിലൂടെ യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമതായി, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഗീവ് അസ് ഡെയിലി ബ്രെഡ്, എ സപ്ലിക്കേഷൻ, ഒരു യാചന. ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു യാചനയാണ് ഈ മൂന്നാം ഭാഗം. അന്നുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിലൂടെ നാളത്തെപ്പറ്റി ചിന്തിച്ച് നമ്മൾ ആകുലപ്പെടേണ്ട എന്ന വലിയ സത്യവും ധൈര്യവും യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തു ജീവൻ്റെ അപ്പമാകുന്നു എന്ന സത്യം മനസ്സിലാക്കി ആത്മാവിനെയും ശരീരത്തെയും ബലപ്പെടുത്തുന്ന സ്വർഗീയ ആഹാരം ഇന്നത്തേക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിപ്പാൻ മൂന്നാമത്തെ ചിന്തയിലൂടെ യേശു പഠിപ്പിക്കുന്നു. നാളത്തെപ്പറ്റി നീ വിചാരപ്പെടേണ്ട, ധൈര്യപ്പെട്ടിരിക്കുക, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള വലിയ വാഗ്ദത്തം വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാൻ ഈ ചിന്ത നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നാലാമതായി, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ആൻ ഇൻ്റർസീഡ് പ്രേയർ, മധ്യസ്ഥത അണച്ചുള്ള ഒരു പ്രാർത്ഥന. മറ്റുള്ളവർക്ക് വേണ്ടിയും മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിപ്പാൻ യേശു ക്രിസ്തു ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ക്ഷമയുടെ വലിയ മഹത്വം യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ പാപങ്ങൾ ദൈവവും ക്ഷമിക്കയില്ല എന്ന് യേശു പഠിപ്പിക്കുന്നു. നമുക്ക് ക്ഷമിക്കുവാൻ കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5:23 പറയുന്നത് പോലെ
ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ നിന്റെ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് നിനക്ക് തോന്നിയാൽ നിന്റെ വഴിപാട് അവിടെ വെച്ചിട്ട് നേരെ ചെന്ന് സഹോദരനോട് നിരന്നു കൊള്ളുക, പിന്നീട് വന്ന് നിന്റെ വഴിപാട് കഴിക്കുക എന്ന് പറയുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് മുൻപായി മറ്റുള്ളവരോട് നമ്മളും ക്ഷമിക്കുന്നവർ ആയിരിക്കണമെന്ന് നാലാമതായി കർത്തൃപ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നു. അവസാനമായി ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് വിടുവിക്കണമേ. സേവ് us ഫ്രം ടെംപ്റ്റേഷൻ. ബലഹീനരായ മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പരീക്ഷയിൽ അകപ്പെട്ടു പോകുവാൻ സാധ്യതകൾ വളരെയുണ്ട് എന്ന് യേശു കർത്താവ് പറയുന്നു. 1 പത്രോസ് 5:8 പറയുന്നു, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു നടക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ സാത്താൻ്റെ പരീക്ഷകളിൽ വീണ് തളർന്നു പോകാതിരിപ്പാൻ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിപ്പാൻ 5ാമത്തെ ചിന്ത നമ്മെ പഠിപ്പിക്കുന്നു. 5 ചിന്തകൾ നാം പങ്കുവച്ചുവല്ലോ. ഒന്നാമതായി അഡോറേഷൻ ഓഫ് ഗോഡ്, ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവ ആയിരിക്കണം. രണ്ടാമതായി കോൺസിക്രേറ്റ് ത്രൂ പ്രയർ, ദൈവവുമായുള്ള ബന്ധത്തിലൂടെ നമ്മെ തന്നെ ശുദ്ധീകരിക്കാം. മൂന്നാമതായി എ സപ്ലിക്കേഷൻ ഫോർ ഡെയിലി ബ്രെഡ്, അന്നുള്ള ആത്മീയ ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. 4 ഇൻ്റർസീഡ്, മറ്റുള്ളവരോട് ക്ഷമിച്ച് മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിക്കുക. 5ാമതായി സേവ് us ഫ്രം ടെംപ്റ്റേഷൻ, സാത്താൻ്റെ പരീക്ഷകളിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുക. ഈ നോമ്പിൻ്റെ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥന ഇപ്രകാരമാണോ എന്ന് നമുക്ക് ശോധന ചെയ്യാം. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും സ്വാർത്ഥമായി പോയിട്ടില്ലേ എന്ന് നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാം. വലിയ നോമ്പിൻ്റെ ഈ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഇപ്രകാരമായിരിക്കാൻ ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും ശക്തീകരിക്കട്ടെ.